വരുന്ന ഒരു അരമണിക്കൂർ അത് ഇവ നിർണായകം തന്നെയാണ്. അത് കോഴിക്കോട് കോർപ്പറേഷൻ ആയിക്കോട്ടെ, അത് ഇവിടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ആയിക്കോട്ടെ, BJP നടത്തുന്ന മുന്നേറ്റം ആയിക്കോട്ടെ, അത് നിർണായകം തന്നെയാണ്. പല ചോദ്യങ്ങൾക്കും, പല ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾക്കും ഉത്തരം വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കും. കോഴിക്കോട് ഒരു ത്രില്ലർ, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. കോഴിക്കോട് LDF-ഉം UDF-ഉം തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ അവിടെ നടക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമുക്ക് സാക്ഷ്യം വഹിക്കുന്നത്. കോഴിക്കോട് ഇപ്പോൾ 26-27, UDF 26, LDF 27, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വരുന്ന 39 സീറ്റാണ്. NDA 14 സീറ്റ് അവിടെ പിടിച്ചെടുത്തിരിക്കുന്നു. NDA 14 സീറ്റ് അവിടെ പിടിച്ചെടുത്തിരിക്കുന്നു. ഓർക്കുക, കോഴിക്കോട് കഴിഞ്ഞ കൊല്ലം NDAക്ക് ലഭിച്ചത് 7 സീറ്റാണ്. കോഴിക്കോട് കഴിഞ്ഞ കൊല്ലം കോർപ്പറേഷനിൽ NDAക്ക് ലഭിച്ചത് 7 സീറ്റാണ്. അതവർ ഇരട്ടിയാക്കിയിരിക്കുന്നു, 14 ആക്കിയിരിക്കുന്നു കോഴിക്കോട്. കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് അവർക്ക് LDF-ന് ലഭിച്ചത് 51 സീറ്റാണ്, UDF-ന് ലഭിച്ചത് 27 സീറ്റാണ്. ആ 27ന്റെ സ്ഥാനത്ത് ഇപ്പോൾ കോഴിക്കോട് അത് സീറ്റ് 26 ആക്കി ഉയർത്തിയിരിക്കുന്നു. 51 27 ആക്കി LDF കുറച്ചിരിക്കുന്നു. ശരിക്കും മലപ്പുറം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മലപ്പുറം UDF-ന്റെ ഒരു കുത്തകയായിട്ടുള്ള ഒരു ജില്ല തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ തന്നെയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അത് ശരിക്കും റിസൾട്ടിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാനുമുണ്ട്. അത് UDF 1105 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ UDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 293 വാർഡുകളിൽ മാത്രമാണ് LDF-ന് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ 272 സ്ഥലങ്ങളിൽ അതായത് സ്വതന്ത്രൻ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടുള്ളവർ മുന്നേറുന്നുണ്ട്. NDAക്ക് ഒരു 20 സ്ഥലങ്ങളിലും മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്.